തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. നാം ശാസ്ത്രത്തിന്റെ പുരോഗമനം അത്തിച്ച് കൂടി നിൽക്കുമ്പോൾ വിദ്യാഭ്യാസപരമായി ഇന്ന് മനുഷ്യരെല്ലാം വിദ്യാഭ്യാസപരമായി ഉന്നതമായ അനുഭവത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൊച്ചു കേരളത്തിൽ നാം ആയിരിക്കുന്നത്. അഭിവൃദ്ധിയുടെ അനുഭവങ്ങളിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പണ്ടുള്ള കാലങ്ങൾ നോക്കുമ്പോൾ മനുഷ്യന് ഭക്ഷിക്കുവാൻ ആഹാരമില്ല, ധരിക്കുവാൻ വസ്ത്രമില്ല, ജീവിതത്തിൽ വിവിധമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ന് ശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ചോ അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിനകത്തും പുരാതനമായ അനുഭവങ്ങളെല്ലാം മാറ്റി ആധുനികമായ ചിന്താഗതികളിലേക്ക് മനുഷ്യൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്നെ കേൾക്കുന്ന സഹോദരരെ, ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയപരമായോ മതപരമായ അനേക പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരായിരിക്കാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തപരമായിട്ട് ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഒരു ചിന്തനമുണ്ട്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് ഇവര് സുവിശേഷവുമായി നടക്കുന്ന അല്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം തന്ന വിടുതല് ഞങ്ങൾക്ക് മറച്ചു വെക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷവുമായി കടന്നു പോകുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ചിന്താഗതിക്കകത്തൊരു മാറ്റം ഇങ്ങനെ സംഭവിക്കും. മതം മാറ്റുന്ന പരിപാടിയാണെന്ന്. പ്രിയപ്പെട്ടവരെ, മതമൊന്നും മാറിയത് കൊണ്ട് മനുഷ്യൻ നന്നാവത്തില്ല. മതമുണ്ടാക്കിയത് മനുഷ്യനാണ്. മതത്തിന്റെ പേരിൽ നിന്ന് തല്ലും കൊല്ലും എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മതവും ആരെയും രക്ഷിച്ചിട്ടില്ല. മതത്തിന് ആരെയും രക്ഷിക്കുവാനും കഴിയത്തില്ല. മതത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാമെന്നേ ഉള്ളൂ. പക്ഷേ മതമല്ല വലുത്, മനുഷ്യനാണ് വലുത്. മനുഷ്യന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനാണ് വലുത്. ആത്മാവാണ് വലുതെന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ സത്യസുവിശേഷവുമായി ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങളുടെ വീടുകളിലും ഞങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടവരായി, ശാന്തി നഷ്ടപ്പെട്ടവരായിട്ട് ജീവിതത്തിൽ ഇനി അല്പസമയത്തിനകത്ത് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിരാശപ്പെട്ട് ഇനി ജീവിതത്തിൽ മുന്നോട്ട് സ്റ്റെപ്പുകളില്ല, ആത്മഹത്യ മാത്രമാണ് ജീവിതത്തിന്റെ പരിഹാരമെന്ന് ചിന്തിച്ച നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തപരമായി ഈ യേശുവിന്റെ സുവിശേഷം കേൾക്കുവാനിടയായി. യേശു ആരാണ്? യേശു എന്ത് ചെയ്യുവാൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ ഉള്ളത് തിരിച്ചറിയുവാനിടയായപ്പോൾ ആ സന്തോഷം, സമാധാനം, ആ ആത്മശാന്തി അനുഭവിപ്പാനിടയായതുകൊണ്ടാണ് സധൈര്യം ലജ്ജ കൂടാതെ ഈ കവലയിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. സുവിശേഷത്തിന് ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഒരു കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്, സമൂഹത്തിന് തന്നെ മാറ്റം വരുത്തുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കടന്നു പോകുക. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ സുവിശേഷം ഇവിടെ വന്നതുകൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രത്തോളം മാറ്റം വരുവാൻ ഇടയായതെന്ന് മനസ്സിലാക്കണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാട്ടുരാജാക്കന്മാർ കൊണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ സുവിശേഷത്തിന്റെ വിത്തിന് മാത്രമാണ് കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ മാറ്റം വരും. ഒരു കുടുംബത്തിൽ, സമൂഹത്തിൽ, രാജ്യത്തിന് മാറ്റം വരുത്തുവാൻ സുവിശേഷത്തിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ നിസ്തുലമായ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല. യേശു വന്നത് ഈ ലോകത്തിൽ ഒരു മതവും സ്ഥാപിക്കാനല്ല, ക്രിസ്ത്യാനികളെ തേടിയല്ല. യേശു വന്നത് സകല മാനവകുലത്തെ രക്ഷിക്കുവാനാണ്. മാനവകുലം, ശാപത്തിന്റെ കീഴിൽ കിടക്കുന്ന മാനവകുലത്തെ, നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി, വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ നമ്മളെന്നും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ കൊണ്ടാടുന്നത് മാത്രം കേട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ കുറച്ച് മദ്യവും കുറച്ച് കഞ്ചാവും കുറച്ച് ഇറച്ചിയൊക്കെ കച്ചവടം നടന്ന് അതിനുവേണ്ടി ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഈ താണലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിച്ചത്. യേശു എന്തിനു വേണ്ടി വന്നെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലുള്ള സകല മാനവകുലത്തെ രക്ഷിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, മതമുണ്ടാക്കിയത് മനുഷ്യനാണ്. മതം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നുള്ളതാണ്. ഇന്ന് മതം പറഞ്ഞ് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമാണ്. സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾക്കെല്ലാവർക്കും മനുഷ്യനായി ഈ ലോകത്തിൽ സൃഷ്ടിച്ച സൃഷ്ടിയായ മനുഷ്യനിൽ ഒരു വ്യത്യാസമുള്ളൂ. ചിലപ്പോൾ നിറത്തിന് വ്യത്യാസം മാത്രം സംഭവിക്കും. പക്ഷെ എല്ലാവരും ഒരുപോലെയാണ് സർവേശ്വരനായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിയിൽ മനുഷ്യന് ഒരു മാറ്റവുമില്ല. നമ്മളത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. മനുഷ്യന് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മനുഷ്യനെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥ
കുറ്റമായിട്ട് നമ്മൾ മനുഷ്യരെന്ന് പേര് വിളിക്കുവാൻ കൊള്ളത്തില്ല. കാരണം ദൈവവചനം നമ്മളെ മനുഷ്യരെന്ന് പേര് വിളിക്കുന്നതിന്റെ അർത്ഥം തന്നെ എന്താണെന്ന് അറിയാമോ? മനനം ചെയ്യുവാൻ കഴിവുള്ളവനെന്നാണ്. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം അതാ, മനനം ചെയ്യാൻ എന്ന് വച്ചാൽ ചിന്തിക്കാൻ കഴിവുള്ളവനെന്നാണ്. ഈ ലോകത്തിലെ ഒന്നും മനുഷ്യരല്ലാതെ മറ്റാർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. മനുഷ്യന് മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം അത് മനസ്സിലാക്കണം. ചിന്തിക്കാൻ കഴിവുള്ള വിവേകമുള്ളവനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടി ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. ഈ ലോകത്തിലെ പട്ടിയെ, പൂച്ചയെ, ആനയെ, കുതിരയൊക്കെ നിങ്ങൾ നോക്കിക്കേ, അതിനൊന്നും വിവേകമില്ല, തിരിച്ചറിവില്ല. കാരണം അതിന് തിരിച്ചറിയാനുള്ള ഒരു അനുഭവം ദൈവം കൊടുത്തിട്ടില്ല. മനുഷ്യന് മാത്രമേ ആ അനുഭവമുള്ളൂ. ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ നിർമ്മലമായ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. യേശുക്രിസ്തു ആരാ? പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. യേശുക്രിസ്തു ദൈവമാണോ, മനുഷ്യനാണോ? യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യനായിട്ട് ദൈവപുത്രനായിരുന്ന യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ താണലോകത്തില് മനുഷ്യനായി അവതരിക്കാനിടയായി തീർന്നു. എന്തിനാ മനുഷ്യനായി അവതരിച്ചത്? മനുഷ്യനായ വ്യക്തിക്ക് മാത്രമേ മനുഷ്യന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന ഭാരം, നാം അനുഭവിക്കുന്ന വിഷമം, നമ്മുടെ മനസ്സിന്റെ വേദന, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും ഒരു മനുഷ്യനായി ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് മാത്രമേ മനുഷ്യന്റെ വേദന മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഒരു മനുഷ്യനായി അവതരിക്കുവാനിടയായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിന്നിടും, നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ എന്നുള്ളതായിരിക്കും. അപ്പൊ ജനനം കൊണ്ട് പാപം കൂടാതെ ജനിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ സുവിശേഷത്തിന്റെ സാരാംശം വിളിച്ചു പറയുന്നത് ഇതൊരു അന്ത്യകാലത്തെത്തി നിൽക്കുകയാണ്. ഒരു കലികാലം എന്നാ ഇതിന് പറയുന്നത്. എങ്ങും പിടിച്ചാൽ ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടം. ഈ ലോകത്തിലെ പോലീസ് അധികാരികൾക്ക് പോലും മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാ. ഈ കാലത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? അന്ത്യകാലം എന്നുള്ളതാ. ഈ അന്ത്യകാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മ്ലേച്ഛതകൾ പെരുകിക്കൊണ്ടിരിക്കുകയാ. നാമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരല്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ ചരിത്രത്തിന്റെ താളുകളിൽ സംഭവിച്ചിട്ടില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ നാം പാർക്കുന്ന അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാ. നമുക്കറിയാം, ആണിനെ വിവാഹം കഴിക്കാം, പെണ്ണിനെ വിവാഹം കഴിക്കാം. നിയമങ്ങൾ പോലും പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാ. കാരണം ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവപ്രമാണത്തിന് വിരുദ്ധമായിട്ട് ഈ ലോകത്തിൽ മ്ലേച്ഛത വർദ്ധിക്കുന്നതിന്റെ തെളിവ് പ്രിയപ്പെട്ടവരെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഇത് അന്ത്യകാലമാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലം എന്ന് പറഞ്ഞാൽ സത്യവേദ പുസ്തകത്തിൽ പറയുന്നു, നോഹയുടെ കാലം പോലൊരു കാലം, ലോത്തിന്റെ കാലം പോലൊരു കാലം അത് ഭൂമിയിൽ സംജാതമാകും. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യേശുവേ, നിന്റെ വരവിന് മുന്നമേ ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നോഹയുടെ കാലം പോലൊരു കാലം, ലോത്തിന്റെ കാലം പോലൊരു കാലം. പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിന് ആ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പാപം മനുഷ്യൻ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നത് പാപമാണെന്നുള്ള തിരിച്ചറിവ് മനുഷ്യൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാനത്തോടെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടപ്പോൾ മൃഗത്തിന് തുല്യമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിതരെ, മൃഗത്തിന് മനുഷ്യനാവാൻ പറ്റത്തില്ല, പക്ഷെ മനുഷ്യന് മൃഗമാകാൻ പറ്റും. എങ്ങനെ പറ്റും? മനുഷ്യൻ പാപം വർദ്ധിക്കുമ്പോൾ മൃഗത്തിനേക്കാൾ അധമമായ പാപപ്രവർത്തികൾ ചെയ്യുവാൻ ഒരു മനുഷ്യനെ കൊല്ലണമോ കൊല്ലും, അടിക്കണമോ അടിക്കും. എന്ത് പാപം ചെയ്യണമെങ്കിലും, ഏത് പാപം ചെയ്യണമെങ്കിലും അത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
ഒരു സാഹചര്യമുണ്ട്. അതാ പ്രിയപ്പെട്ടവരെ ഞങ്ങളിത് വിളിച്ചു പറയുന്നത്. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളാരും മരിക്കത്തില്ലേ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മരിക്കും. ഞാൻ ആ മരണത്തെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങളിൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. മരിച്ചതിന് ശേഷം ഒരു പുനരുദ്ധാനമുണ്ട്. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരാ. എന്നാൽ മരണത്തിനപ്പുറം എന്താണെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മരണം കൊണ്ട് അസ്തമിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ജീവിതം. നമ്മളത് തിരിച്ചറിയണം. നമ്മളിലുള്ള ആത്മാവുണ്ട്, അത് വിലയേറിയതാണ്. ഒരുപക്ഷെ അല്പസ്വല്പ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യന് ആത്മഹത്യ ചെയ്യുന്നത് കാണാം. എന്താ ആത്മഹത്യ? ഒന്നിനും പരിഹാരമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അത് തിരിച്ചറിയാതെ പോകരുത്. അല്പം വിഷമെടുത്തോ അല്ലെങ്കിൽ ഒഴിച്ചാൽ കയറിലോ ദൈവം തന്നിരിക്കുന്ന ആയുസിനെ എടുക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. നിരാശ വരുമ്പോൾ, ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നും തോന്നൽ വരുമ്പോൾ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലെന്നൊരു തോന്നൽ വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക, ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തതുകൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി. ഇതിലുള്ള വൃക്ഷസസ്യ ലതാദികളൊക്കെയും ഇതിനകത്ത് ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. എത്രയോ വിഭിന്നമായ അളവിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ അനുഭവത്തിലുള്ള എത്രയോ ഫലങ്ങൾ നാം ഭക്ഷിക്കുന്നു. നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ഇതൊക്കെ തനിയെ ഉണ്ടായതല്ല. ഇതൊക്കെ സൃഷ്ടിതാവിന്റെ കരമുണ്ട്. സൃഷ്ടിക്ക് ആവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ ദൈവം ഒരുക്കി വെച്ചതാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും ഭക്ഷിക്കണം, എന്തെങ്കിലും കഴിച്ചു കുടിച്ച് മനുഷ്യൻ ജീവിതം മുന്നോട്ട് കടന്നു പോകണമെന്നുള്ള ചിന്ത മാത്രമാണ് മനുഷ്യൻ. എന്നാൽ സ്നേഹിത, ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവ് വിലയുള്ളതാ. ഇത് നഷ്ടപ്പെടുത്തിയിട്ട് നീ ലോകത്തില് എന്തെല്ലാം നേടിയാലും ഒരു പ്രയോജനമില്ലെന്ന സത്യവേദ പുസ്തകം പറയുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലോ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഈ നിർമ്മലമായ സുവിശേഷം വിളിച്ചു പറയുന്നത്. സ്നേഹിത, മനുഷ്യനൊരു ന്യായവിധിയുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന ഓരോ തെറ്റിനും അനുസരിച്ച് ശിക്ഷാവിധിയുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ചെറുതും വലുതുമായ പാപത്തിനനുസരിച്ചുള്ള ശിക്ഷ ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് സ്നേഹിതരെ, ഞങ്ങൾ ഇത് പാപത്തിന്റെ വഴി വിട്ട് തിരിയണം. ഈ ലോകത്തിന്റെ അനുഭവങ്ങൾ പാപത്തെ സ്നേഹിച്ച്, പാപത്തെ പുഴുകി മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും നിനക്ക് ദൈവം തന്നിരിക്കുന്ന മാന്യമായി ശരീരം വിട്ടുകൊടുത്ത് പിശാചിന്റെ അടിമനുഖത്തിലായി തീരുവാൻ ഒരിക്കലും അനുവദിക്കരുത്. സ്നേഹിത, നീ 1000 രൂപയ്ക്ക് അധ്വാനിച്ചിട്ട് നീ അത് നേരെ കൊണ്ടുചെന്ന് കള്ളുഷാപ്പിൽ കൊടുത്ത് അവരൊക്കെ സുഖകരമായ ജീവിതം നയിക്കുമ്പോൾ നീ നിന്റെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളും എങ്ങനെയാ ജീവിക്കുന്നത്? നീ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്ര കഷ്ടപ്പെട്ട് വെയിലാണെങ്കിൽ വെയിലത്ത്, മഴയാണെങ്കിൽ അതെല്ലാം അതിനു വേണ്ടിയെല്ലാം അധ്വാനിച്ച് 1000 രൂപ കിട്ടുമ്പോൾ അതിന്റെ പകുതി പൈസ കൊണ്ടുചെന്ന് നീ മദ്യഷാപ്പിൽ കൊടുക്കും. മദ്യഷാപ്പിന്റെ ഉടമ എത്ര സുഖകരമായ അനുഭവത്തിലാ അവര് ജീവിക്കുന്നത്. നിന്റെ കുഞ്ഞുങ്ങള് അലഞ്ഞും വലഞ്ഞും ഭാരപ്പെട്ടും നിലവിളിച്ചും ഒക്കെയും നിരാശയുടെ അനുഭവങ്ങൾ കഴിയുമ്പോൾ സ്നേഹിത, ഇന്ന് പകൽക്കാലം മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും വേണ്ടി നിന്റെ മാന്യമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ജീവിതത്തെ വിട്ടുകൊടുക്കല്ലേ. നമ്മൾ തിരിച്ചറിയണം, ശൈശവം, ബാല്യം, യൗവനം, കൗമാരം, ഈ 4 കാലഘട്ടങ്ങൾ കൊണ്ട് തീരുന്നതാ മനുഷ്യന്റെ ജീവിതം. ശൈശവവും ബാല്യം, യൗവനം, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അതുകൊണ്ട് ആ സത്യവേദം പറയുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിനക്ക് ദുർദിവസങ്ങൾ വരുമെന്നും നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന നാളുകൾ നിന്നെ സമീപിക്കുമെന്നും ദൈവവചനം കൊടുത്തിരിക്കുമ്പോൾ സ്നേഹിത, നിന്റെ കഴിവിലോ, നിന്റെ പ്രാപ്തിയിലോ, നിന്റെ ബലത്തിലോ, നിന്റെ ശക്തിയിലോ, നിന്റെ ബന്ധുബലത്തിലോ, നിന്റെ പണത്തിലോ നിനക്ക് അഹങ്കരിക്കുവാൻ, നിനക്ക് പുകഴ് പറയുവാൻ മറ്റു പലതും കാണും. എന്നാൽ ഒരു
കാര്യം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇതെല്ലാം താൽക്കാലികമാണ്. വെള്ളത്തിന്റെ കുമിള പോലെ മാത്രമാണ്. ശവക്കുഴി വരെ നിന്റെ ഭാര്യയുടെ സ്നേഹം വരൂ, ഭർത്താവിന്റെ സ്നേഹം ശവക്കുഴി വരെ വരൂ, മക്കളുടെ സ്നേഹം ശവക്കുഴി വരെ വരൂ. അവിടം കൊണ്ട് തീരുന്നതാണ് മനുഷ്യന്റെ സ്നേഹം. എന്നാൽ നിത്യസ്നേഹം കൊണ്ട് ഞാൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ, അതുകൊണ്ട് ദയദീർഘമാക്കിയിരിക്കുന്ന അല്ലി ചെയ്ത ആ ദൈവ സ്നേഹത്തിലേക്ക് പ്രിയ സ്നേഹിതരെ മാടി വിളിക്കുകയാ കർത്താവായ യേശു ക്രിസ്തു. അവിചാരിതമായിട്ട് ഈ ലോകത്തിൽ വന്ന വ്യക്തിയല്ല. കാലഘട്ടങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചു, ഈ ലോകത്തെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരവതാര പുരുഷൻ ഈ ലോകത്തിൽ ആവശ്യമെന്ന് കണ്ട് യെശയ്യാവ് മുതൽ അനേക പ്രവാചകന്മാർ പ്രവചനാത്മാവിൽ പ്രവചിച്ചു. അവൻ സമാധാനത്തിന്റെ രാജാവ്, അവൻ നിത്യപിതാവ്, ആധിപത്യം അവന്റെ തോളിലിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പ്രവചിച്ചതിന് ശേഷം ഈ ലോകത്തിലേക്ക് പിറന്ന മനുഷ്യനായി മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി അവതരിച്ച ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. പക്ഷേ മനുഷ്യനാണെങ്കിലും പാപത്തിലല്ല ജനിച്ചത്, പാപം ചെയ്തിട്ടില്ല. ഇരുട്ടിൽ നടക്കുന്ന ഒരു വ്യക്തിയെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ടോർച്ചുണ്ടെങ്കിൽ മാത്രമേ വഴുതി പോകാതെ കുടിയിൽ വീഴാതെ ഒരു വ്യക്തി എനിക്ക് നടത്തുവാൻ കഴിയത്തുള്ളൂ. രണ്ടുപേരും ഇരുട്ടിലാണെങ്കിൽ തപ്പിത്തടയുവാനിടയായി തീരും. എന്നാൽ സ്നേഹിത, കർത്താവ് പറഞ്ഞ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. ഈ ലോകത്തിൽ ആരും പറയാത്തൊരു കാര്യം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. പ്രിയപ്പെട്ടവരെ, വഴിയറിയാതെ എങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമെന്നറിയാതെ കുഴങ്ങുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിലോ, യേശു വഴിയാണ്, സത്യമാണ്, ജീവനാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സത്യമായ വാർത്ത, സദ്വാർത്ത പറയുന്നത്. യേശു ക്രിസ്തു ഈ താണലോകത്തിൽ വന്നത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെ രക്ഷിപ്പാനാണ്. ശ്രീനാരായണ ഗുരു അതുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് വെച്ചാൽ മനുഷ്യജാതി മാത്രമേ ഉള്ളൂ ലോകത്തിന്. ഒരൊറ്റ ദൈവമുള്ളൂ, അത് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, സൃഷ്ടിതാവായ ദൈവം, സർവത്തെ ഉണ്ടാക്കിയ ദൈവം, ഈ ലോകത്തിലെല്ലാ മനുഷ്യനെ ജീവശ്വാസത്താൽ ഊതിയ ഒരേ ഒരു ദൈവമുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സധൈര്യം നിന്ന് ഞങ്ങൾ ഈ ദൈവത്തെ കുറിച്ച് പറയുന്നത്. ഈ ദൈവം കാൽവരി ക്രൂശിൽ വെച്ച് എന്താ ചെയ്തതെന്നറിയാമോ? മനുഷ്യനും ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ട, മനുഷ്യൻ ദൈവത്തോടകന്ന പാപം നിമിത്തം, പാപം ഇന്നും മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാതിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ സ്നേഹിത? പാപമാണ്. ഒരു പക്ഷേ നിനക്ക് ദൈവത്തെ അറിയണമെന്നുണ്ട്, ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാപവും വെറുക്കുത്തും മദ്യപാനവും ദുശീലങ്ങളൊക്കെയും നിന്നെ ദൈവത്തോട് അടുപ്പിക്കാതെ, ദൈവത്തോട് അടുത്തു ചെല്ലാൻ കഴിയാതെ നിന്നെ മാറ്റി നിർത്തിയിരിക്കുക. പാപം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല സ്നേഹിത. എന്നാൽ യേശു കർത്താവ് പാപികളെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു, പാപികളെ സ്നേഹിച്ച് ഈ താണലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കാനാ. യേശു സ്നേഹവാനായ ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, മനസ്സിലുള്ള ദൈവമാണ്. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ചിന്തിക്കുന്ന പോലെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനുള്ള ശിക്ഷ നമ്മൾ ഏറ്റെടുക്കാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്താൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണമെന്ന. ഒരൊറ്റ സ്നേഹിക്കുന്ന മാതാവോ പിതാവോ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ആ തെറ്റിനുള്ള ശിക്ഷ ഏറ്റെടുക്കാമെന്ന് പറയത്തില്ല. എന്നാൽ സ്നേഹിത സഹോദര, പ്രിയ മാതാവേ പിതാവേ, നിന്നെയും എന്നെയും സ്നേഹിച്ച, നിന്റെയും എന്റെയും തെറ്റിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞ് ആ ശിക്ഷ പൂർണ്ണമായി ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ തന്റെ അവസാന തുള്ളി രക്തം വരെ ഈ ലോകത്തിലെ മാനവകുലത്തിനു വേണ്ടി ഒഴുക്കുവാനിടയായി തീർന്നു. പ്രിയ
പ്രിയപ്പെട്ടവരെ, മൃഗങ്ങളുടെ രക്തങ്ങൾക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചിട്ട്, മനുഷ്യനായി ജീവിച്ചിട്ട്, ഈ ലോകത്തിലുള്ള മാനവ കുലത്തിന് വേണ്ടി തന്റെ അവസാനതുള്ളി രക്തം വരെ കാൽവരി കൊലക്കളത്തിൽ ഊറ്റുവാനിടയായി. ഇത്ര വലിയ സ്നേഹം, ഈ ഇതുപോലൊരു സ്നേഹം ഈ ലോകത്തിൽ ആര് നമ്മെ സ്നേഹിക്കും? പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്റെ ആശ്വാസമില്ലാത്ത ഹൃദയത്തിലാണ് ഞാൻ കഴിയുന്നതെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് നീ നീർന്നെങ്കില നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ കാൽവരി ക്രൂശിൽ എന്താ കർത്താവ് ചെയ്തെന്നറിയാമോ? പലർക്കും ഇന്ന് അറിയത്തില്ല. കർത്താവായ യേശുക്രിസ്തു ജനിച്ചു, ഈ ലോകത്തിൽ ജീവിച്ചു, കാൽവരി ക്രൂശിൽ മരിച്ചു. എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. സ്നേഹിത, മനുഷ്യൻ പാപനിമിത്തം, പാപം ചെയ്തത് നിമിത്തം ദൈവത്തിന്റെ തേജസ് മനുഷ്യൻ നഷ്ടപ്പെട്ടു. അത് നിമിത്തം ഏദൻ പർദീസിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. ഇനി ഒരിക്കലും ആ പർദീസിലേക്ക് അവൻ എടുക്കാൻ കഴിയാതിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പാപത്തിന്റെ ശമ്പളമായ പരിണത ഫലമായി ഏദൻ പർദീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനെ തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ മനുഷ്യന് വേണ്ടി മനുഷ്യൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയെല്ലാം തന്റെ ദേഹത്ത് വഹിക്കുവാനിടയായി. ഒന്ന് കുറയാതെ 39 അടി കർത്താവായ യേശുക്രിസ്തു കൊണ്ടപ്പോൾ, എത്രയോ കാരിരുമ്പാണികൾ കൊണ്ടുള്ള ആ ദണ്ഡനങ്ങൾ അനുഭവിച്ചപ്പോഴും, മുൾക്കിരീടം കൊടുത്തപ്പോഴും, പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. കാരണം പലരും ചോദിക്കുന്ന യേശു ദൈവപുത്രനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെന്നാ. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ദൂതന്മാരിറങ്ങി, ദൂതന്മാരുടെ സഞ്ചയം തന്നെ ഇറങ്ങുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യാതിരുന്നേന്നറിയാമോ? നമുക്ക് വേണ്ടി മരിക്കുക, മനുഷ്യന് വിമോചനം, പാപത്തിൽ വിമോചനം കിട്ടുക ഒരു ബലിമരണം ആവശ്യമായിരുന്നു. ആ ബലി കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ തന്നെത്താൻ ബലിയായി തീർന്നു. ഇനി നീ ഒരു ബലി കൊടുക്കണ്ട സ്നേഹിത, നീ ഒന്നും ചെയ്യണ്ട. നിന്റെ കൊച്ചു ഹൃദയം നീ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നെ തെറ്റി വന്നുപോയി, കുറ്റം വന്നുപോയെന്ന് സമ്മതിക്കുവാൻ നീ തയ്യാറായ യേശു നിന്നെ രക്ഷിപ്പാനിടയായി തീരും. സ്നേഹിത, ഈ അന്ത്യകാലത്ത്, ഈ കലികാലമെന്ന് മറ്റുള്ളവർ പറയുന്ന അനുഭവത്തിൽ, അന്ത്യകാലത്ത്, സത്യവേദ പുസ്തകം പറയുന്നത് അന്ത്യകാലം. ഈ അന്ത്യകാലത്ത് മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ സത്യവേദ പുസ്തകം പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളായി തീരും. വമ്പു പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുമായി തീരും. ഇന്ന് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. നരച്ച തല കാണുമ്പോൾ എഴുന്നേൽക്കാൻ മടിക്കുന്ന ഒരു കാലഘട്ടം, അവരെ ബഹുമാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തും പറഞ്ഞാൽ ദൈവഭയമില്ലാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടം കർത്താവിന്റെ വരവിന് സമീപമായിരിക്കുന്ന കാലഘട്ടമാണ്. സ്നേഹിത, പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ട നിത്യമായ ശിക്ഷാവധിയായ നരകത്തിലേക്ക് തള്ളപ്പെടുവാനിടയായി. ആരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ടാണോ എന്ന് പറയുന്നത്? അതേ പ്രിയപ്പെട്ടവരെ, ഞങ്ങളത് കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടെന്നറിയാമോ? കാൽവറി ക്രൂശിൽ വെച്ച് പിശാചിന്റെ അധികാരങ്ങളെ അഴിച്ചിട്ട് അവന്റെ തലയെ തകർത്തിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരാം. ഞങ്ങൾക്കൊരു മാതൃകയുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ സ്വർഗത്തിലേക്ക് കരറിപ്പോയി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു വാഴ്ചത്വമുണ്ടാവും. ഭൂലോകത്തിലായിരിക്കുന്ന എല്ലാവരും ഗലീല പുരുഷന്മാർ ആകാശത്തിലേക്ക് നോക്കി നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയെ ന്യായം വിധിക്കുവാൻ, ഈ ഭൂമിയിൽ ചെയ്ത പ്രേക്ഷകർക്ക് തക്കവണ്ണം നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ഭൂമിയെ ന്യായം വിധിച്ചൊരു ന്യായവിധി നടത്തിയെങ്കിലോ ഇന്ന് ചെയ്യുന്ന പ്രേക്ഷകരുടെ പാപത്തിന്, ഈ ലോകത്തിന് അശുദ്ധിക്ക് തക്കവണ്ണം ഈ ലോകത്തെ വിധിക്കാൻ കടന്നു വരുന്ന കാലം സമീപമായിരിക്കുക. മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ
ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നാകെ എല്ലാവരും നിൽക്കണം. അതിന് വ്യത്യാസമില്ല. അതിന് യവനനെന്നോ യഹൂദനെന്നോ പ്രിയപ്പെട്ടവരെ ഒരു വ്യത്യാസവുമില്ല. ചെയ്യുന്ന എല്ലാ പാപത്തിനും പരിണിതമായ ഒരു ഫലമുണ്ട്. മനുഷ്യനത് തിരിച്ചറിയണം. ഒരുപക്ഷെ ഭാര്യയെ തല്ലിയാൽ, എന്റെ ഭാര്യയെ തല്ലിയാൽ ചോദിക്കാൻ ആളില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാര്യയെ തല്ലുന്നവരുണ്ട്. എന്റെ മക്കളെ ഉപദ്രവിച്ചാൽ ചോദിക്കാൻ ആളില്ല. മക്കള് മാതാപിതാക്കളെ ഉപദ്രവിക്കുമ്പോൾ ചോദിക്കാൻ ആളില്ല. പ്രിയപ്പെട്ടവരെ, വെറുതെ അവന് 2 അടി കൊടുത്താൽ, അല്ലെങ്കിൽ ഞാൻ അവനെ കുത്തിക്കൊന്നാൽ ചോദിക്കാൻ ആളില്ല എന്നൊരു തോന്നല് മനുഷ്യനെന്നുണ്ട്. പക്ഷെ ഒരു ന്യായാധിപനുണ്ട്. അവന്റെ സന്നിധി നിൽക്കുമ്പോൾ നിനക്ക് നിൽക്കുവാൻ കഴിയുമോ എന്ന് നീ ചിന്തിക്കണം. സ്നേഹിത, നീ പാപത്തിലാണോ ജീവിക്കുന്നത്? മദ്യപാനത്തിലും വെറുക്കൂത്തിലും കഞ്ചാവിനും മയക്കുമരുന്നിലും ഈ ലോകത്തിന്റെ സുഖങ്ങളെ തേടിക്കൊണ്ടുള്ള ഒരു ജീവിതമാണോ നീ നയിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിത്യമായ നരകത്തിൽ നിനക്ക് എത്താൻ കഴിയൂ. സ്വർഗത്തിലെത്താൻ ഏക വഴിയേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം? പാപത്തെ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? അത് ക്രിസ്ത്യാനികൾ പറയുന്ന ഒരു കാര്യമല്ല. മാനസാന്തരം എന്നുള്ളത് മനസ്സിന് മാറ്റം വരുത്തണം, മനസ്സിന് രൂപാന്തരം വരുത്തണം. നീ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ടാണോ ഇന്ന് പകൽക്കാലം ജീവിക്കുന്നത്? നിന്റെ ഭാര്യയ്ക്ക് നീ സമാധാനം കൊടുക്കുന്നില്ലയോ? നിന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കാത്ത, മാതാപിതാക്കൾക്ക് സ്വസ്ഥത കൊടുക്കാത്ത ഒരു ജീവിത ശൈലിയുമായിട്ടാണോ സ്നേഹിത സഹോദര ജീവിക്കുന്നത്? ഇന്ന് പകൽക്കാലം ദൈവത്തോട്, സർവത്തെ ഉണ്ടാക്കിയ ദൈവത്തോട് പറയണം, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തെന്ന് പറയാൻ നീ തയ്യാറാകുന്നതാണ് മാനസാന്തരം. സ്നേഹിത, ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സുവിശേഷം, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇത് മതത്തിന്റെ പ്രസംഗമാണെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് മതത്തിന്റെ പ്രസംഗമല്ല. മാനവജാതിയെ രക്ഷിക്കുവാൻ ഈ താണലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച ഒരേ ഒരു വ്യക്തിയുള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയുള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തൽ രക്ഷയില്ല. നിനക്ക് രക്ഷപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒറ്റ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് സ്നേഹിതരെ, സഹോദരരെ, സഹോദര, സഹോദരി, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ജീവൻ വിലയുള്ളതാണ്. അത് നിത്യമായ നരകത്തിൽ പോകരുത്. കർത്താവിന്റെ വചനം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കെ തള്ളിയിടും. സ്നേഹിത, ആധാറിൽ പേര് കാണും, റേഷൻ കാർഡിൽ പേര് കാണും, നിന്റെ പ്രമാണത്തിൽ പേര് കാണും, നിന്റെ വീടിന് നിന്റെ പേര് കാണും. പക്ഷെ അതൊക്കെ ഈ ലോകത്തിലേക്ക് മാത്രമുള്ളതാ. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ നിത്യമായ ന്യായവിധിക്ക് ഹേതുവായി തീരും. അതുകൊണ്ട് ആ ന്യായവിധിയിൽ അകപ്പെടരുത്. സ്വർഗത്തിലെത്താൻ നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. നീ ഒന്നും ചെയ്യണ്ട, നീ പണം ചെലവാക്കി ഒരു യാത്രയും ചെയ്യണ്ട. ദൈവം എവിടെ വസിക്കുന്നറിയാമോ? മനുഷ്യന്റെ ഹൃദയത്തിലാ. ആ ഹൃദയം എന്ന ക്ഷേത്രത്തിലാ, ആ ഹൃദയം എന്ന ആലയത്തിലാ മനുഷ്യൻ വസിക്കുന്നത്. പാപം വരുന്നത് ഹൃദയത്തിനകത്താ. പ്രിയപ്പെട്ടവരെ, എനിക്കൊരാളെ തള്ളണമെന്ന് തോന്നുന്നത് ആദ്യം ചിന്തന വരുന്നത് എവിടാന്നറിയാമോ? എന്റെ ഹൃദയത്തിനകത്താ. എന്റെ അകത്തളത്തിലുള്ള മനുഷ്യനാണ് പാപം ചെയ്യിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അകമേ മാറ്റം വരണം, മാനസാന്തരപ്പെടണം. ദൈവവചന പ്രകാരം നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ ഒരു തീരുമാനം എടുക്കണം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും, താവേ ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നത്, പാപത്തിൽ ജീവിച്ചാൽ നിത്യമായ മരണത്തിന് ന്യായവിധിക്കും എനിക്ക് ഏതുവായി തീരും. മരിച്ചതിന് ശേഷം നമുക്ക് സ്വർഗത്തിലെത്താൻ മറ്റൊന്നും ചെയ്തതുകൊണ്ട് സ്വർഗത്തിലെത്തത്തില്ല. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അത് മനുസ്മൃതി സുഹൃതം ദുഷ്കൃതം ധന്യമത് ഗച്ഛന്തി എന്ന് വെച്ചാൽ നല്ലതും തീയതും നിന്നെ പിൻഗമിക്കും. നീ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ മരണശേഷവും നിന്നെ അത് പിൻഗമിക്കും. അതല്ല, നീ ചെയ്യുന്ന പാപമാണെങ്കിൽ അത് നിന്നെ ന്യായം വിധിക്കാൻ നിന്നോട് ചേർന്ന് പിൻഗമിക്കും. അതുകൊണ്ട് സ്നേഹിത, സഹോദര, സഹോദരി, യവനക്കാരത്ത് ഇതെല്ലാം താൽക്കാലികമാണ്. വെള്ളത്തിന്റെ കുമിള പോലാണ്. നിന്റെ സൗന്ദര്യമാണോ നിനക്ക് പ്രശംസിക്കാനുള്ളത്? നിന്റെ പണമാണോ നിനക്ക്
പ്രശംസിപ്പാനുള്ളത്? നിന്റെ മക്കളാണ് നിനക്ക് പ്രശംസിപ്പാനുള്ളത്? ഇതെല്ലാം ഈ ലോകം കൊണ്ട് തീരുന്നതാണ്. എന്നാൽ മരണശേഷം ഇന്ന് നീ ചിന്തിക്ക്, ഞാൻ എവിടെ ചെല്ലും? എന്റെ ആത്മാവ് എവിടെ ചെല്ലും? നരകത്തിലോ സ്വർഗത്തിലോ? സ്വർഗത്തിലെത്തുവാൻ ഏക വഴിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും പിതാവുമായി അംഗീകരിച്ച, മാനസാന്തരപ്പെട്ട് യേശുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച ദൈവത്തിന് വേണ്ടി നല്ല ജീവിതം കൊടുപ്പാ, ഒരു ദൈവ മനുഷ്യനായി ജീവിപ്പാ ഇടയായിട്ട് ഞങ്ങൾ ഇത് പറയുമ്പോൾ പലർക്കും ഞങ്ങളോട് വൈഷമ്യം ഉണ്ടാകാറുണ്ട്. മതം മാറ്റുവാ. പ്രിയപ്പെട്ടവരെ, മതം മാറണ്ട. നിന്റെ മനസ്സ് മാറണം, നിന്റെ ഹൃദയം മാറണം. നീ ഒരു നല്ല മനുഷ്യനാകണം. സമൂഹത്തിനും ഭാര്യയ്ക്കും നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പിതാവായി, നിന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി, ഈ രാജ്യത്ത് നല്ലൊരു പൗരനായി ജീവിപ്പാൻ, ഒരു നല്ല മനുഷ്യനായി ജീവിപ്പാൻ യേശുവിന്റെ സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുക. കാൽവരി ക്രൂശിൽ വെച്ച് യേശു മനുഷ്യനും ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ആ വിലയേറിയ രക്തം കൊടുത്ത് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി വില കൊടുക്കുവാൻ ഇടയായി. സ്നേഹിത, മനുഷ്യനും ദൈവമായുള്ള സമാധാന ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ആ കാൽവരി ക്രൂശിൽ രക്തമൊഴുക്കിയിട്ട് മനുഷ്യനും ദൈവമായുള്ള സമാധാനത്തിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാനിടയായി. ഇനി മറ്റൊന്നും ചെയ്യണ്ട. ഒരേ ഒരു ബലി നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു. നമുക്കറിയാം, ഇലന്തൂർ സംഭവം നമ്മൾ ഏറ്റവും കേട്ടതാ. ഇലവന്തൂര് നടന്ന എന്താണെന്നറിയാമോ? അവരുടെ ഭവനത്തിന് ഐശ്വര്യം വരുവാൻ കുറച്ച് മനുഷ്യരെ ബലി കൊടുക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നമ്മുടെ പാപത്തിനു മാത്രമല്ല, ശാപത്തിനു മാത്രമല്ല, സമാധാനത്തിനു മാത്രമല്ല, സൗഖ്യത്തിന് മാത്രമല്ല, നിത്യമായ രക്ഷയ്ക്കും കൂടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ എന്നേക്കുമായ ഒരു ബലിയായി തീരുവാനിടയായി. ആ ബലി മരണത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുവാൻ, നീ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വിടുതൽ പ്രാപിപ്പാൻ, നിത്യമായ ശാപത്തിൽ നിന്നും ശാപം പേറി ശാപം മാറ്റുവാൻ, അനേക കാര്യങ്ങൾ ചെയ്തിട്ട് ശാപം മാറാതിരിക്കുമ്പോൾ ആ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാ അനുഭവത്തിനും വിടുവിപ്പാൻ ഈ ബലിമരണം നിമിത്തം ഇടയായി. അങ്ങനെയെങ്കിൽ ഈ ബലിമരണത്തിൽ വിശ്വസിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിപ്പാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. കർത്താവിന് മാറ്റമില്ലാത്ത ജീവന്റെ വചനം വിളിച്ചറിയിക്കുക. ദാസി ഒരിക്കലും വചനം കേട്ടവരാരും നശിച്ചു പോകാതെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിത്യരായത്തിൽ ഓഹരിക്കാരായി തരുവാൻ ജനത്തെ ഒരുക്കടനായിട്ട് പ്രാർത്ഥിക്കാം. മദ്യപാനത്തിന് തകർച്ചയിലും അസമാധാനം ഇരിക്കുന്ന കുടുംബങ്ങളിൽ യേശുവിന്റെ ദിവ്യമായ സമാധാനം, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത, പണത്തിന് കൊടുക്കാൻ കഴിയാത്ത, സമ്പത്തിന് കൊടുക്കാൻ കഴിയാത്ത, വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ കഴിയാത്ത യേശുവിന്റെ സമാധാനം കുടുംബങ്ങളിൽ വാഴേണ്ടനായി പ്രാർത്ഥിക്കുക. സാജൻ പ്രാർത്ഥിച്ച കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ നല്ല കർത്താവേ, അനുഗ്രഹപ്പെട്ട നല്ല ഈ ഉച്ച സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽ കർത്താവേ, നിങ്ങൾക്കരിക്കും കർത്താവേ IPC ചർച്ചയിൽ നിന്ന് പ്രാർത്ഥിച്ച എനിക്ക് കർത്താവേ, ഞങ്ങൾ തുടക്കം വെച്ച കർത്താവേ, ഹാലേലിയ ഈ പരസ്യവും കർത്താവേ, ഹാലേലിയ സ്തോത്രം പല ദേശത്ത് കടന്നുപോയി കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നും കർത്താവേ, സുശേഷ വചനവുമായി കർത്താവേ പോകുവാൻ കർത്താവ് ഞങ്ങൾ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും കർത്താവേ, ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവേ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കാൻ കർത്താവേ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബിസിനസ് ചെയ്യുന്ന ഓരോ ദൈവമക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ബിസിനസ് മണ്ഡലം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇരുന്ന് കർത്താവേ, ചുറ്റുപാടുള്ള എല്ലാ ഭവനത്തെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ഓരോരുത്തരെയും ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവേ ഞങ്ങൾ അറിയുന്നു, യഹോവയെ അറിയുന്നു. അവരെ എല്ലാ ആവശ്യമേ സ്വർഗം സഹായിക്കണമേ. രോഗികളായി ഭാരങ്ങളും ഭാരപ്പെടുന്നവർ കർത്താവേ ഞങ്ങൾ കേൾക്കുന്നവർ കർത്താവേ, ഞങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അത്ഭുത കരം കൊണ്ട് കർത്താവേ പൂർണ്ണമായ സൗഖ്യവും സമാധാനവും കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരും കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നും കർത്താവെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഓരോ കുടുംബത്തിൽ വെളിപ്പെടുവാൻ കർത്താവെ നിവർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് കർത്താവേ, ഹാലിലെ ഉച്ച സമയത്ത് കർത്താവ് കേട്ട ദൈവം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കർത്താവ് കേൾക്കുവാൻ സഹായിച്ചല്ലോ കർത്താവേ. കേട്ടവരാരും നശിച്ചു ഇടയാക്കാതെ സ്വർഗരാജ്യത്തിന് അവകാശിയാവുക, നിത്യതയെ കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതൊരു കേട്ട